ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് MG യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഡ്മിഷൻ ഷെഡ്യൂൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യാനായിട്ട് cap.mg.ac.in എന്ന വെബ്സൈറ്റിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക. ശേഷം ഇവിടെ നിങ്ങൾക്ക് ഒരു മെനു ബാർ കാണാം. അത് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഷെഡ്യൂൾ 2025 എന്നുള്ളത് കാണാം. അത് ക്യാപ്പ് നിങ്ങൾ സെലക്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഇവിടെ നെക്സ്റ്റ് പേജിലായിട്ട് ആ ഒരു അഡ്മിഷൻ ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ അഡ്മിഷൻ സംബന്ധമായ എല്ലാ വീഡിയോസിനായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. നമ്മുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് ഒക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം 7/6/2025 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം നിങ്ങളുടെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് ആൻഡ് ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് 12/6/2025 നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം ഒരു എഡിറ്റ് ഓപ്ഷൻ വരുന്നുണ്ട്. അതിൽ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും എഡിറ്റ് ചെയ്യാം. എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യാനുള്ളൊരു അവസരമാണ്. പിന്നീട് നിങ്ങൾക്ക് ആ ഒരു അവസരം ലഭിക്കുന്നതല്ല. അതുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻസിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷമുള്ള എഡിറ്റ് ഓപ്ഷനിൽ നിങ്ങൾ ആ ഒരു മിസ്റ്റേക്സ് ക്ലിയർ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ വരും നിങ്ങൾ കൊടുത്ത ഓപ്ഷൻസ് വെച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് അലോട്ട്മെൻറ്റ് കിട്ടുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഓപ്ഷൻസ് എഡിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പുതിയതായിട്ട് ഓപ്ഷൻസ് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല ഡിലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ നിങ്ങളുടെ ഓപ്ഷൻസ് നിങ്ങൾക്ക് അവിടെ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ വരും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻസ് ഒക്കെ എഡിറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് 18/6/2025 അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവരെല്ലാം തന്നെ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു ഡേറ്റ് 18/6 മുതൽ 19/6 4 മണി വരെയാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടുന്നവർക്കെല്ലാം ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ നിങ്ങൾ അഡ്മിഷൻ എടുക്കണം. അങ്ങനെ എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ആ കിട്ടുന്ന ആ ഒരു അലോട്ട്മെൻറ്റ് എന്ത് ചെയ്യും, നഷ്ടമാകും. അപ്പോൾ അതുകൊണ്ട് ടെമ്പററി ആയിട്ടോ പെർമനൻ്റ് ആയിട്ടോ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. അത് ആ ഒരു ടൈമിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആ ഒരു ഡേറ്റ് പറയുന്നത് 18/6 മുതൽ 19/6 വരെയാണ്. അതിനുശേഷം നിങ്ങൾ കൊടുത്ത ഓപ്ഷൻസിൽ നിങ്ങൾക്ക് ഡിലീഷനും അതുപോലെ റീഅറേഞ്ച്മെൻറ്റും ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ പുതിയതായിട്ട് ഓപ്ഷൻസ് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കില്ല. ആ ഒരു കാര്യം ഓർക്കുക. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ മോഡിഫിക്കേഷൻ ഡേറ്റ് പറയുന്നത് 20/6/2025 അതിനുശേഷം നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് 24/6/2025 അതിനുശേഷമുള്ള യൂണിവേഴ്സിറ്റി ഫീ പേയ്മെൻറ്റ് വരുന്നത് 24/6 മുതൽ 25/6 വരെയാണ്. ശേഷം നമ്മൾ പറഞ്ഞ പോലെ ടെമ്പററി അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ട ഡേറ്റ് പറയുന്നത് 24/6 മുതൽ 25/6 വരെയാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഓപ്ഷൻസ് മോഡിഫിക്കേഷൻ ഉണ്ട്. ആ ഒരു ഡേറ്റ് പറയുന്നത് 26/6/2025 ശേഷം തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് 28/6/2025 അതിനുശേഷം വരുന്ന യൂണിവേഴ്സിറ്റി ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് 28/6 മുതൽ 30/6 വരെയാണ്. യൂണിവേഴ്സിറ്റി ഫീ പേയ്മെൻറ്റ് നിങ്ങൾ ഒരൊറ്റ പ്രാവശ്യം ചെയ്താൽ മതി. ഒരു പ്രാവശ്യം ചെയ്തവരാണെങ്കിൽ വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം അഡ്മിഷൻ ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും നിങ്ങൾക്ക് ഏത് കോളേജാണ് ലഭിക്കുന്നത് ആ കോളേജിൽ പോയി പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കണം. അപ്പോൾ ആ ഒരു ഡേറ്റ് പറയുന്നത് 28/6 മുതൽ 30/6 വരെയാണ്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1/7/2025 അപ്പോൾ അതിനുശേഷം നമ്മുടെ SC/ST വിഭാഗത്തിൻ്റെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ ഡേറ്റ് പറയുന്നത് 1/7 മുതൽ 3/7 വരെയാണ്. അവരുടെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നത് 5/7/2025 അതിനുശേഷമുള്ള യൂണിവേഴ്സിറ്റി ഫീ പേയ്മെൻറ്റ് 5/7 മുതൽ 7/7 വരെയാണ്. അഡ്മിഷൻ എടുക്കേണ്ട ഡേറ്റ് പറയുന്നതും 5/7 മുതൽ 7/7 വരെയാണ്. അപ്പോൾ അങ്ങനെ രണ്ട് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ്സ് SC/ST വിഭാഗത്തിനുണ്ട്. അപ്പം സെക്കൻഡ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് വേണ്ടി രജിസ്റ്റർ ചെയ്യേണ്ട ഡേറ്റ് പറയുന്നത് 8/7 മുതൽ 9/7 വരെയാണ്. അവരുടെ സ്പെഷ്യൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്നത് 11/7 ഓൺലൈൻ ഫീ പേയ്മെന്റ് ഡേറ്റ് 11/7 മുതൽ 14/7 വരെയാണ്. കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ടതും 11/7 മുതൽ 14/7 വരെയാണ്. അതിനുശേഷം ജനറൽ വിഭാഗത്തിന്, അതായത് എല്ലാ വിദ്യാർത്ഥികൾക്കും സപ്ലിമെന്ററി അലോട്ട്മെന്റിന്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ വരുന്നുണ്ട്. അപ്പോൾ സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഉണ്ട്. സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഓൺലൈൻ രജിസ്ട്രേഷൻ പറയുന്നത് 15/7 മുതൽ 17/7 വരെയാണ്. അങ്ങനെ ഫസ്റ്റ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്നത് 21/7 അതിനുശേഷമുള്ള യൂണിവേഴ്സിറ്റി ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് 21/7 മുതൽ 22/7 4 മണി വരെയാണ്. അഡ്മിഷൻ എടുക്കേണ്ട ഡേറ്റും 21 മുതൽ 22 വരെയാണ്. അതിനുശേഷം സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ റീഅറേഞ്ച് ചെയ്യാനോ സാധിക്കും. അപ്പോൾ ആ ഒരു ഡേറ്റ് പറയുന്നത് 23/7/2025 സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് 28/7/2025 അതിനുശേഷമുള്ള യൂണിവേഴ്സിറ്റി ഫീ പേയ്മെൻറ്റ് 28 മുതൽ 29 വരെയാണ്. അഡ്മിഷൻ എടുക്കേണ്ടതും ആ ഡേറ്റിൽ തന്നെയാണ്. അപ്പം
ഇത്രയും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷവും വരുന്ന സീറ്റ് വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കോളേജ് വൈസ് അഡ്മിഷൻ പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷനും അതുപോലെ ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ ഡേറ്റ് പറയുന്നത് 30/7/2025 മുതൽ 31/7/2025 വരെയാണ്. അപ്പം അത് നിങ്ങൾക്ക് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് നമ്മുടെ വെബ്സൈറ്റിലൊക്കെ പ്രസിദ്ധീകരിക്കും. അപ്പം ആ ഒരു ഡേറ്റ് പറയുന്നത് 1/8/2025 ആണ്. അതിൻ്റെ അഡ്മിഷൻ, അതായത് കോളേജ് ലെവലിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നടത്തുന്നത് 1/8 മുതൽ 2/8 വരെയാണ്. അപ്പോൾ സീറ്റ് വേക്കൻസിയുടെ അടിസ്ഥാനത്തിൽ അത് പല ഫേസസിൽ പറയുന്നുണ്ട്. ഫേസ് 4 വരെ ഇവിടെ പറയുന്നുണ്ട്. ഫേസ് 2ൻ്റെ, അതായത് വീണ്ടും വരുന്ന സീറ്റ് വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ട് ഫേസ് 2 നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ 4/8 മുതൽ 5/8 വരെയാണ്. റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് 7/8-നാണ്. അഡ്മിഷൻ നടത്തുന്നത് 7/8 മുതൽ 8/8 വരെയാണ്. അപ്പോൾ അങ്ങനെ ഫേസ് 3യുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ 11/8 മുതൽ 12/8 വരെയാണ്. റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് 13/8-ആണ്. അഡ്മിഷൻ നടത്തുന്നത് 13/8 മുതൽ 14/8 വരെ. പിന്നെ ഫേസ് 4 16/8/2025 മുതൽ 18/8 വരെയാണ്. അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് 19/8-ആണ്. അഡ്മിഷൻ നടത്തുന്നത് 19/8 മുതൽ 20/8. അപ്പം നിങ്ങളുടെ അഡ്മിഷൻ ക്ലോസിംഗ് ഡേറ്റ് അപ്പം 20/8/2025 കൂടി നിങ്ങളുടെ അഡ്മിഷൻ മുഴുവനും ക്ലോസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിലവിൽ നമ്മുടെ വെബ്സൈറ്റിൽ വന്നിട്ടുള്ള നിങ്ങളുടെ അഡ്മിഷൻ ഷെഡ്യൂള്. അപ്പോൾ ചിലപ്പോൾ ഇതിന് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഡേറ്റിലൊക്കെ വരാം. കാരണം മുൻവർഷങ്ങളിലൊക്കെ രീതി വെച്ച് നോക്കുമ്പോൾ MG യൂണിവേഴ്സിറ്റി പറഞ്ഞ ഡേറ്റിനെക്കാട്ടും മുൻപേ നിങ്ങളുടെ ഓരോരോ അലോട്ട്മെൻറ്റ്സും പ്രസിദ്ധീകരിക്കാറുണ്ടായിരുന്നു. ഈ വർഷം എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും അതത് ടൈമിൽ നിങ്ങൾക്ക് അതത് അലോട്ട്മെൻറ്റ്സും ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് ഒരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക്